ഹായ്, പോളിക്യാബിൻ്റെ Q2 FY26 റിസൾട്ട് വന്നിട്ടുണ്ട്. സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 18% ആണ്. പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 56% ആണ്. അതായത് കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മാർജിൻസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നോർമലി ഒരു 11, 12, 13% എന്ന മാർജിൻസ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോൾ ഏകദേശം 16%-അടുത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ പാറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഏകദേശം 10.7 അടുത്ത് എത്തിയിട്ടുണ്ട്. സോ നല്ല രീതിയിൽ മാർജിൻ എക്സ്പാൻഷൻ പോളിക്യാബിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓപ്പറേറ്റിംഗ് ലിവറേജ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. കമ്പനി നോർമലി ഗ്രോ ചെയ്യുന്ന ഒരു 20-25% അടുത്താണ്. ഇത്തവണ ഈ ക്വാർട്ടറിൽ അത് 20ക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. കുറേ ക്വാർട്ടറുകൾ കൂടിയാണ് കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് 20% താഴേക്ക് വരുന്നത്. അതേപോലെ തന്നെ KEI ഇൻഡസ്ട്രീസിൻ്റെ സെയിൽസ് ഗ്രോത്തിനെ കഴിഞ്ഞും താഴെയായിട്ടാണ് ഇപ്പോൾ പോളിക്യാബിൻ്റെ സെയിൽസ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഇവർ രണ്ടും ഏകദേശം ഒരേ രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. അതിൽ പോളിക്യാബാണ് നോർമലി കുറച്ചെങ്കിലും മുകളിൽ പെർഫോം ചെയ്യുന്നത്. കാരണം 20-25 അറൗണ്ട് 24-25 ഒക്കെയാണ് നോർമലി ഗ്രോ ചെയ്യാറ്. സോ അതുകൊണ്ട് തന്നെ സെയിൽസ് ഗ്രോത്തിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. KEI നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അവർ 19% സെയിൽസ് ഗ്രോത്ത് വന്നിട്ട് അവർക്ക് പാറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് മോർ ദാൻ 80% ഉണ്ടായിരുന്നു. സോ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നുണ്ട് പോളിക്യാബിനെ കഴിഞ്ഞും കൂടുതലായിട്ട്. അതേപോലെ അവരുടെ പി റേഷ്യോ നമ്മൾ സംസാരിച്ചിരുന്നത് 51 ആണ് ഇപ്പോഴെങ്കിൽ. ഫോർവേഡ് പി ഏകദേശം ഒരു 47-48 ഫോർവേഡ് പി വരുന്നത്. പോളിക്യാബിൻ്റെ ഇപ്പോൾ ഉള്ള പി റേഷ്യോ എന്ന് പറയുന്നത് അറൗണ്ട് 47 ആണ്. സോ അത് ഫോർവേഡിൽ നമുക്കൊരു 42-43%, അറൗണ്ട് ഒരു 40ക്ക് മുകളിലായിട്ട് നമുക്ക് എന്തായാലും അറൗണ്ട് 40 എക്സ്പെക്ട് ചെയ്യാം. നല്ലൊരു സിനാരിയിലാണെങ്കിൽ 40ൽ താഴെ വരാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഒരു 42-43 ഫോർവേഡ് പി വരാൻ സാധ്യത. സോ അങ്ങനെ നോക്കുമ്പോഴത്തേന് പോളിക്യാബ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ 18%, KEI 19% ആണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ പോളിക്യാബിൻ്റെ എക്സ്പോർട്ട് 6.5 അതായത് 6ന് മുകളിലായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. 25% ഗ്രോത്ത് അതിന് വന്നിട്ടുണ്ട്. 6.5% റവന്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. US എക്സ്പോർട്ട് ചെയ്യാറുണ്ട് പോളിക്യാബ്. സോ അതുകൊണ്ട് തന്നെ മാർജിൻസിൽ ചെറിയൊരു കൺസേൺ ഉണ്ട് ആ ഒരു ഏരിയയിൽ. അതുപോലെ അവരുടെ FMEG പ്രൊഡക്റ്റ് 14% ഗ്രോ ചെയ്തിരിക്കുന്നത്. അതായത് ഫാൻ, ലൈറ്റ് അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ അവർക്കുണ്ട്. അത് 14% ഗ്രോ ചെയ്തിരിക്കുന്നു. EPC സെഗ്മെൻ്റ് ഉണ്ട്. അതായത് അവർ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ഫുൾ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ബിസിനസ് ഉണ്ട്. അത് ചെറിയ രീതിയിൽ റവന്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അറൗണ്ട് ഒരു 5% റവന്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറ്. സോ അതിൽ ഡീഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അവരുടെ ഈ EPC സെഗ്മെൻറ്റിൻ്റെ സെയിൽസ് ഗ്രോത്ത് അത് ഡീഗ്രോത്ത് ആണ് സെയിൽസിൻ്റെ ഡീഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. മാർജിൻസ് നോർമലി ഇമ്പ്രൂവ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രോഫിറ്റിൽ കുറച്ച് കൂടുതലായിട്ടുള്ള ഗ്രോത്ത് വന്നിട്ടുണ്ട്. അത് അവരുടെ പി റേഷ്യോനെ കുറച്ച് കൂടുതലായിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇവിടെ ബെറ്റർ പി റേഷ്യോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പോളിക്യാബിൻ്റെയാണ്. അതേസമയം ഗ്രോത്ത് റേറ്റ് കൂടുതലും, അതായത് കമ്പനി ഗൈഡ് ചെയ്യുന്നത് തന്നെ 20% KEI ഇൻഡസ്ട്രീസിൻ്റെ 17-18 ആയിരുന്നു അവർ ഗൈഡ് ചെയ്തിരുന്നത് ഈ ഒരു വർഷത്തേക്ക്. പക്ഷേ അത് ചേഞ്ച് ചെയ്ത് മാനേജ്മെൻറ്റ് ഈ ഒരു വർഷത്തേക്ക് 20%, അതായത് അടുത്ത 3 വർഷത്തേക്ക് 20% മാനേജ്മെൻറ്റ് ഇപ്പോൾ ഗൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ KEIയിൽ പോളിക്യാബിന് പക്ഷേ അവർ നോർമലി ഗൈഡൻസ് ഒന്നും തരാറില്ല. അവരുടെ ഒരു ലോങ് ടൈം ഗൈഡൻസ് ഉണ്ട്. അതൊരു ഫിനാൻഷ്യൽ ഇയർ 30 വരെയുള്ള 2030 ഗൈഡൻസ് ഉണ്ട്. അതായത് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് 1.5x വയർസ് ആൻഡ് കേബിൾ സെക്ടറിൽ ഗ്രോ ചെയ്യുന്നു. അതേപോലെ EBITDA മാർജിൻ 11-13% ഇടയിൽ ഗ്രോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു ലോങ് ടൈം ഗൈഡൻസ് ഉണ്ട്. സോ അത് അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. പക്ഷേ അതല്ല ഷോർട്ട് ടൈമിൽ അവരങ്ങനെ നോർമലി ഗൈഡൻസ് തരാറില്ല. പക്ഷേ ഇത്തവണ കുറച്ച് സെയിൽസ് ഗ്രോത്ത് താഴേക്ക് വന്നിട്ടുണ്ട്. സോ ഈ രണ്ട് കമ്പനികളും നല്ല കമ്പനികളാണ്. രണ്ടുപേരും ഏകദേശം ഒരേ വേയിലും ഒരേ സെയിൽസ് ഗ്രോത്തിലുമാണ് ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ പോളിക്യാബ് നോക്കുവാണെങ്കിൽ KEIയുടെ ഏകദേശം ഡബിൾ സൈസ് ഉണ്ട്. മാർക്കറ്റ് ക്യാപ്പിലും അതെ, അതേപോലെ തന്നെ അവരുടെ സെയിൽസിൽ അത് ടോട്ടൽ റവന്യൂവിലും അവർ ഡബിളായിട്ട് വരും. പോളിക്യാബ് KEIയുടെ ഡബിളായിട്ടുണ്ട്. സോ രണ്ടും നല്ല കമ്പനിയാണ്. രണ്ടിലും ഏകദേശം നല്ല ഗ്രോത്തും ഉണ്ട്. അതേപോലെ പി റേഷ്യോ 40ന് മുകളിലായിട്ട് രണ്ടിനും ഏകദേശം അറൗണ്ട് ഒരേ പി റേഷ്യോ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഗ്രോത്തിനെ കഴിഞ്ഞ് മുകളിൽ ഗ്രോത്ത് കിട്ടുന്ന ഒരുപാട് കമ്പനികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബെറ്റർ പി റേഷ്യോ. ഇപ്പോൾ പെഗ് റേഷ്യോ നോക്കിയാൽ രണ്ടുപേരുടെയും ഗ്രോത്ത് ടു പി റേഷ്യോ, അതായത് പെഗ് റേഷ്യോ നോക്കിയാൽ 2ന് മുകളിലാണ്. മോർ ദാൻ 2 ടൈംസിന് മുകളിലുണ്ട് പെഗ് റേഷ്യോ. സോ അത്രയും പെഗ് റേഷ്യോ ഇല്ലാത്ത കമ്പനികൾ നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അങ്ങനെയുള്ളപ്പോൾ ഈ കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൾട്ടിപ്പിൾ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഒരു 100%-200% റിട്ടേൺ തരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ പി റേഷ്യോ ഒക്കെ ഡബിൾ ആകണമെങ്കിൽ അത് ആ രീതിയിലുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് വരണം. സോ അവർ ഈ ഒരു 20% അറൗണ്ടിൽ നിന്ന് ഈ ഒരു ഗ്രോത്ത് റേറ്റിൽ പോയാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതേപോലെ നമുക്ക് ഇതിലും മുകളിൽ ഗ്രോ ചെയ്യുന്ന കമ്പനികൾ അവൈലബിൾ ആണ്. സോ ഈ ഒരു കമ്പനികളിലൊക്കെ നമുക്കൊരു അറൗണ്ട് ഒരു 15-20% ആനുവലി റിട്ടേൺ എക്സ്പെക്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ഇവരുടെ ഈ ഒരു രീതിയിലുള്ള ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ മാത്രം. സോ നമുക്ക് ഇത്ര സമയം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേന്
കുറച്ചുകൂടെ ഗ്രോത്ത് ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതല്ല ട്രാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് കമ്പനികൾ നോക്കാം. പക്ഷേ എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് ഇതിൽ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.